പത്തനാപുരം പുനലൂർ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തിയായ മുക്കടവിൽ എനിക്ക് പിന്നിലായി കാണുന്ന ആളുകേറ മലയിൽ 2025 സെപ്റ്റംബർ മാസം 23-ാം തീയതി അതിദാരുണമായ ഒരു കൊലപാതകം നടന്നിരുന്നു. എന്നാൽ അത് അന്വേഷിച്ച് മുന്നോട്ട് പോയ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ കേസ് എങ്ങുമെത്താതെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ഈ കേസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ഇത് ഉന്നത ഏജൻസികൾ, ക്രൈംബ്രാഞ്ച് പോലെയുള്ള ഏജൻസികൾക്ക് നൽകണം ഈ കേസ് അന്വേഷണം എന്ന് ഞാൻ ആദ്യം തന്നെ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ അത് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പുനലൂർ മുക്കടവിലെ ആളുകേറ മലയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാരന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ട നടപടി സ്വാഗതം ചെയ്ത് പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്ത് വന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 23-നാണ് ആളുകേറ മലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കാന്താരി നുള്ളാൻ മല കയറിയ തമിഴ്നാട് സ്വദേശിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. ചങ്ങലയ്ക്ക് ബന്ധിച്ചും കത്തിക്കപ്പെട്ടും മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ മരിച്ചത് ആരാണെന്ന് പോലും വ്യക്തമാകാത്ത സാഹചര്യത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത്. പ്രതിയെന്ന് സംശയിച്ച് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ആൾ തന്നെയാണ് മരിച്ചതെന്ന് പിന്നീട് പോലീസിന് മാറ്റിപ്പറയേണ്ടി വന്നു. അതേസമയം കൊല്ലപ്പെട്ടയാൾക്ക് ഒരു കാലിന് സ്വാധീനമില്ലെന്ന് പരിശോധനകളിൽ വ്യക്തമായിരുന്നു. എന്നാൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസിൽ പറയുന്ന ആളിന് കാലിന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നാണ് പിന്നീട് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത്. എന്തായാലും ക്രൂരമായ കൊലപാതകമാണ് ആളുകേറ മലയിൽ നടന്നതെന്ന കാര്യം ഉറപ്പാണ്. നെഞ്ചിൽ ആഴത്തിൽ കുത്തേറ്റതാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കേസിന്റെ തുടക്കം മുതൽ തന്നെ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ആരോപണമുയർന്നെങ്കിലും എല്ലാ ഘട്ടത്തിലും അന്വേഷണം പുകമറയിൽ തന്നെയായിരുന്നു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ട നടപടി സ്വാഗതാർഹമാണെന്ന് കോൺഗ്രസ് പത്തനാപുരം ബ്ലോക്ക് പ്രസിഡന്റ് സുധീർ മലയിൽ പറഞ്ഞു. ആളുകേറ മലയിൽ ചങ്ങലയ്ക്ക് പൂട്ടി, ഒരു കാലിനും ഒരു കൈക്കും ചങ്ങലയിൽ പൂട്ടി പെട്രോളോ അതുപോലെയുള്ള ഇന്ധനമേതോ ഉപയോഗിച്ച് കത്തിച്ച് കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് നെഞ്ചത്ത് ആഴമായ കത്തി കൊണ്ടുള്ള കുത്തേറ്റാണ് മരണമെന്നും ഇടതുകാല് അദ്ദേഹത്തിന്റെ ശോഷിച്ചതാണെന്നും വൈകല്യമുള്ള ആളാണെന്നും മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഒരു കേസുണ്ടായാൽ മരണപ്പെട്ടത് ആരാണെന്നും കൊല ചെയ്തതാരാണെന്നും കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മരണപ്പെട്ടത് ആരാണെന്നോ കൊല ചെയ്തതാരാണെന്നോ കണ്ടെത്തുവാൻ പോലീസിന് ഒരു തരത്തിലും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവസാനം അവർ കൊലപാതകി എന്ന പേരിൽ, പ്രതി എന്ന് സംശയിക്കുന്ന ആളെന്ന പേരിൽ ഒരു ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവർ സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും പ്രിന്റ് മാധ്യമങ്ങളിലുമൊക്കെ അത് പ്രചരിപ്പിക്കുകയുണ്ടായി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ ആളിനെ കുറിച്ചും ഒരു തുമ്പ് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ പോലീസ് തന്നെ പറയുന്നു, മലക്കം മറിഞ്ഞുകൊണ്ട് പറയുന്നു, പ്രതി എന്ന് സംശയിച്ച് നമ്മൾ ഇട്ടിരുന്ന ആ ചിത്രമുള്ള ആളാണ് മരണപ്പെട്ടത് എന്നവർ പറയുകയാണ്. എന്നാൽ അതിൽ ബലമായ സംശയം അന്ന് തന്നെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ടായി. ഈ ചിത്രത്തിലുണ്ടായിരുന്ന ആളിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. കോട്ടയത്ത് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു വൈകല്യമില്ലാത്ത ആളാണ്. മരണപ്പെട്ട ആൾ വൈകല്യമുള്ള ആളാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഉണ്ടെന്നിരിക്കെ മരണപ്പെട്ട ആളിന്റെ ചിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വച്ചിരിക്കുന്ന ചിത്രമുള്ള ആ ആള് വൈകല്യമുള്ള ആളല്ല. അവിടെ തന്നെ കേസിന്റെ വൈരുദ്ധ്യം മനസ്സിലാക്കി. ഈ നാട് വളരെ ആശങ്കയിലാണ്, ഈ നാട് വളരെ ഭീതിയിലാണ്. ഈ കേസിന് ഒരു തുമ്പും കണ്ടെത്തുവാൻ ലോക്കൽ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഇപ്പോൾ അത് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. എത്രയും വേഗം ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കേസ് എത്രയും വേഗം തന്നെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് ഉടൻ തന്നെ ഇതിന്റെ അന്വേഷണം നടത്തി ഇതിലെ കുറ്റക്കാരെയും കണ്ടെത്തണം, മരണപ്പെട്ടതാരാണെന്ന് കണ്ടെത്തണം, ഈ നാടിന്റെ ഭീതി അകറ്റണം, ഈ നാടിന്റെ ആശങ്ക അകറ്റണം എന്നാണ് അധികാരികളോട് പറയുവാനുള്ളത്. വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് കേസ് ഫയലുകൾ ലോക്കൽ പോലീസിൽ നിന്ന് ഏറ്റെടുക്കുമെന്നാണ് സൂചന. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ദുരൂഹത മാറുമെന്നാണ് പ്രതീക്ഷയെന്നും കേസ് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ഇത്തരം കേസുകൾ ആവർത്തിക്കാൻ ഇടവരുമെന്നും പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സ്ഥലവാസിയുമായ കെ ജോസ് പറഞ്ഞു. മുക്കടവ് ആളുകേറ മലയിലെ കൊലപാതകം ആദ്യ അന്വേഷണം വളരെ ഊർജമായി നടക്കുകയും അത് ആളുകളിടയിൽ നല്ല അഭിപ്രായത്തോടു കൂടി ആളുകൾ പ്രതിയെ പിടിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതിനുശേഷം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആദ്യം മരിച്ച ആള് ആണെന്ന് പറഞ്ഞ ആൾ പിന്നെ പ്രതിയാണെന്ന് പറഞ്ഞ ആൾ മരിച്ചതായിട്ടാണ് പിന്നെ ഞങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നത്. ആദ്യം പറയുന്നത് ഈ മരിച്ച ആൾ ഒരു അംഗവൈകല്യമുള്ളവനാണെന്നാണ് പറയുന്നത്. ഇപ്പം പറയുന്നു അംഗവൈകല്യമില്ലെന്ന് പറയുന്നു. എന്തായാലും ഈ നാട്ടിലുള്ള ജനങ്ങൾ വളരെ ഭയത്തോടും ഓടുകൂടിയാണ് ഈ റോഡിൽ കൂടി സഞ്ചാരം ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. ഈ കേസ് തെളിയിക്കേണ്ട ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ ലോക്കൽ പോലീസ് ആദ്യ അന്വേഷണം പോലുള്ള ഊർജിത
ഊർജ്ജമായ അന്വേഷണം പിന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു പരാതി. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിൽ ആളുകൾക്കൊരു വിശ്വാസമുണ്ട്. ഈ കേസ് കുറേ നാളുകൾ കഴിഞ്ഞായാലും ഇതിൻ്റെ ഒരു തുരുമ്പ് കണ്ടുപിടിച്ച് കേസന്വേഷണം തെളിയിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമാണ്. ഈ കേസ് തെളിയിച്ചില്ല എങ്കിൽ വരും കാലങ്ങളിൽ ഇവിടെ പല സംഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർക്ക് വളരെ ഭയം. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.